എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെ ചർച്ചയ്ക്കിരിക്കുന്നത് സാമ്പത്തിക വിദഗ്ധനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ശ്രീ മജു കെ ഇസ്മായിൽ സാറാണ്. സാറേ നമസ്കാരം. നമസ്കാരം സാറേ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഈ ഔട്ട്ലൈൻ ടി വി തന്നെ നിൽക്കുന്നത് ആമ്പല്ലൂർ ഗ്രാമപഞ്ചായത്തിലാണ് അല്ലേ? സാറും ഈ പഞ്ചായത്ത് നിവാസിയാണ്. സാറേ, അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ചയ്ക്കിടുന്നത് ഈ ആമ്പല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനത്തെക്കുറിച്ചും പോരായ്മകളെക്കുറിച്ചുമൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സാറിനോട് ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഒരു പഞ്ചായത്ത് എങ്ങനെയായിരിക്കണം സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ? അഖിൽ, താങ്ക് യു എന്നെ ഈ ചർച്ചയിലേക്ക് വിളിച്ചതിൽ. അപ്പോൾ ഞാൻ ഈ പഞ്ചായത്ത് നിവാസിയാണ്. അപ്പം ഏത് പഞ്ചായത്തും ഒരു നന്നായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മാനസികാവസ്ഥയുള്ള ആളുകളാണ് ഇന്ന് കേരളത്തിലെയും ഇന്ത്യയിലെയും സാധാരണക്കാർ. ഞാൻ അതിൽപ്പെട്ട ഒരാൾ തന്നെയാണ്. അപ്പം പഞ്ചായത്ത് രാജിന് ശേഷം പഞ്ചായത്തിൻ്റെ ഭരണത്തിൽ ഒത്തിരി നല്ല പോസിറ്റീവ് മാറ്റങ്ങളുണ്ടാകും. കാരണം ഡീസെൻട്രലൈസേഷൻ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ ഡീസെൻട്രലൈസേഷൻ്റെ ബെനിഫിറ്റ് പല തരത്തിലും ജനങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ എങ്കിലും അതിൻ്റെ ഞാൻ 1069 പഞ്ചായത്തുകൾ കേരളത്തിലുണ്ടെങ്കിൽ എല്ലാ പഞ്ചായത്തുകളും അത്തരത്തിൽ വളർന്നിട്ടുണ്ടോ, ആ തരത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉദ്ദേശിച്ച ലക്ഷ്യം നേടാൻ സാധിച്ചിട്ടില്ല. പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിലുള്ള പഞ്ചായത്തിലുള്ള ഭരണകർത്താക്കൾ, പഞ്ചായത്ത് പ്രസിഡന്റ് തൊട്ടുള്ള എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം. മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെ കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആയിരിക്കും. പക്ഷെ ആ ഒരു ബെനിഫിറ്റ് പല തരത്തിലും നമുക്ക് കിട്ടേണ്ടത് മുഴുവൻ കിട്ടിയിട്ടുണ്ടോ എന്ന് പുനർവിചിന്തനം ചെയ്യേണ്ട സമയമാണ്. അവരെ കൃത്യമായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത്. പല സബ്ജക്ട്സും സ്റ്റേറ്റ് ലെവലിലും സെൻട്രൽ ലെവലിലും പല സബ്ജക്ട്സും ഗ്രീൻ മിഷനും മറ്റു കാര്യങ്ങളും ശുചിത്വ മിഷനൊക്കെ ജനങ്ങൾക്കിടയിലേക്ക് എത്താൻ പഞ്ചായത്തുകൾ ഉപകാരപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതെല്ലാം കൃത്യമായിട്ട് എത്തിയിട്ടില്ല എന്നുള്ളൊരു മാനസിക വിഷമവും ഇവിടെ ഞാൻ പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ നല്ലൊരു പഞ്ചായത്ത് എങ്ങനെയായിരിക്കണം? സാധാരണ ഒരു പഞ്ചായത്തിൽ സ്റ്റേറ്റ് ലെവലിലുള്ള ഫണ്ട്, സെൻട്രൽ ലെവലിലുള്ള ഫണ്ടുകൾ, പല ഫണ്ടുകളും വരും. റോഡുകളും മറ്റു കാര്യങ്ങളും ഒക്കെ തീർച്ചയായും പൂർത്തീകരിക്കപ്പെടും. അതോടൊപ്പം തന്നെ പഞ്ചായത്ത് സ്വയം കണ്ടെത്തുന്ന ഫണ്ടുകളും പഞ്ചായത്തിൽ കിട്ടുന്ന ഗ്രാൻറ്റുകളെല്ലാം ചേർത്ത് പഞ്ചായത്ത് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ബജറ്റിൽ നിന്ന് കൂടിയാണ് ഈ പഞ്ചായത്ത് നിലനിൽക്കുന്നത്. ആ ബജറ്റ് അതിൻ്റേതായ കൃത്യമായ വിധത്തിൽ യൂട്ടിലൈസ് ചെയ്താൽ നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സ്റ്റേറ്റിൻ്റെ അപ്രൂവലോ സെൻട്രലിൻ്റെ അപ്രൂവലോ വേണ്ടി ശേഷം മാത്രം കിട്ടേണ്ട പല കാര്യങ്ങളും പഞ്ചായത്തിൻ്റേതായ ഫണ്ട് ഉപയോഗിച്ച് ചെറിയ തലത്തിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ എല്ലാ തരത്തിലും വികസിക്കുന്ന ഒരു കാഴ്ചപ്പാടായിരിക്കണം പഞ്ചായത്തിന് വേണ്ടത്. ആ വികസനത്തിൽ എന്തൊക്കെ ഉണ്ടാകണം? ഹെൽത്ത് ഉണ്ടാകണം, എഡ്യൂക്കേഷൻ ഉണ്ടാകണം, ടൂറിസം ഉണ്ടാകണം, അതോടൊപ്പം തന്നെ വ്യവസായം വളരെ ഇമ്പോർട്ടൻ്റാണ്. നമ്മൾ ഈ അഗ്രികൾച്ചർ ഇതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റാണ്. കേരളത്തിന് ഇന്ത്യയിൽ തന്നെ 2 പില്ലേഴ്സ്, ഒന്ന് അഗ്രികൾച്ചറും ഒന്ന് വ്യവസായമാണെന്ന് പറയേണ്ടി വരുന്നത്. ഈ രണ്ടിനെയും ഒരേപോലെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സംവിധാനം പഞ്ചായത്തുണ്ടായിരിക്കണം. വ്യവസായം വളരാതെ ഇന്ന് നാട്ടിൽ ഇപ്പോൾ വിദ്യാഭ്യാസ സമ്പന്നരായ ഒത്തിരി ചെറുപ്പക്കാരുണ്ട്. അവർക്ക് അവരുടെ നാട്ടിൽ തന്നെ ഒരു ജോലി കിട്ടണമെങ്കിലും, സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യണമെങ്കിലും, സ്വന്തമായിട്ട് ചെറിയ വ്യവസായം തുടങ്ങണമെങ്കിലും അതിനുള്ള സംവിധാനം പഞ്ചായത്ത് ഒരുക്കിയേ പറ്റൂ. അല്ലെങ്കിൽ അവരൊക്കെ പുറത്തേക്ക് പോകേണ്ടി വരും. അങ്ങനെയുള്ള മൈഗ്രേഷനാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്ന് പുറത്തേക്ക് നടക്കുന്നത്. മൈഗ്രേഷൻസാണ്. അത് ഇവിടെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്ത അവർക്ക് നോളജ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അവർ അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നത്. അതിനെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സംവിധാനം പഞ്ചായത്തിൻ്റെ പ്രസിഡന്റും ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റും. നിങ്ങളെപ്പോലെ ചെറുപ്പക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഈ അടിത്തട്ടിൽ ഉണ്ടാകുന്ന ഫെസിലിറ്റീസ് എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മൾ സിമ്പിൾ അടഞ്ഞിരിക്കില്ലേ? നമ്മളിപ്പോൾ ഒരു വലിയൊരു ഹോട്ടലിൽ ചെന്നിട്ട് ഒരു ഫുഡ് കഴിക്കണം എന്ന് ആഗ്രഹിക്കും. നിങ്ങൾ തൊട്ടടുത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്ത് ഒരു ചായ കട നിങ്ങളിപ്പോൾ ഹാപ്പിയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതാണ് നിങ്ങളിപ്പോൾ എൻജോയ് ചെയ്യുന്നത്. മറ്റേ കൺസെപ്റ്റൊക്കെ നിങ്ങൾ മടുത്തു കഴിഞ്ഞു. അപ്പോൾ ഈ പഞ്ചായത്തുകൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ തന്നെ ഒത്തിരി മാനസികമായിട്ട് ഒത്തിരി താല്പര്യമുള്ള ഇങ്ങനത്തെ ഒരു എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ ഒത്തിരി താല്പര്യമുള്ള ഒത്തിരി യൂണിറ്റ്സിനെ ഞാൻ ഇന്ന് കേരളത്തിൽ കാണുന്നുണ്ട്. സ്വന്തമായിട്ട് പഞ്ചായത്ത് തലത്തിൽ എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്ന ഒത്തിരി എൻറ്റിറ്റീസ് ഉണ്ട്. ആ എൻറ്റിറ്റീസ് എന്തുകൊണ്ടാണ് ചിന്തിക്കുന്നറിയോ? ഈ റിസോഴ്സസ് കിടക്കുകയാണ് അണ്ടർ യൂട്ടിലൈസ്. അത് പഞ്ചായത്ത് സഹകരിച്ച് പഞ്ചായത്ത് മനസ്സ് വെച്ചാൽ നടക്കുന്ന ഡെവലപ്പ് ചെയ്യാൻ പറ്റും. കാരണം അതിനുള്ള സപ്പോർട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ നാട്ടിൽ തന്നെ ഒത്തിരി ആളുകളുണ്ടാവും ഇങ്ങനെയുള്ള എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ആഗ്രഹിക്കുന്ന ആളുകൾ. അവരെ ഡെവലപ്പ് ചെയ്ത് കൊടുത്താൽ, അവർക്ക് താല്പര്യം, അവരെ പ്രൊമോട്ട് ചെയ്ത് കൊടുത്താൽ പഞ്ചായത്ത് വളരും. അതങ്ങനെ ഒരു നല്ല പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലുള്ള ആളുകളുടെ നോളജ്, അവരുടെ വിൽ പവർ, അതുപോലെ തന്നെ ഈ പഞ്ചായത്തിൻ്റെ റിസോഴ്സസ് ഇതെല്ലാം കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്ത് സ്വയം പര്യാപ്തമാകുന്ന ഒരു സാമ്പത്തിക എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതായിരിക്കും പഞ്ചായത്തിൻ്റെ ഡ്യൂട്ടി. അതുകൊണ്ടല്ലേ പഞ്ചായത്തിന് ഇങ്ങനെ ഒരു പഞ്ചായത്ത് രാജ് ആക്ടിൽ കൂടി പഞ്ചായത്തിന് സ്വയംഭരണം കൊടുത്തത്. അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവലിലോ സെൻട്രൽ ലെവലിലോ ചെയ്താൽ പോരായിരുന്നു. ഈ ഭരണം കൊടുത്തത് നിങ്ങൾ സ്വയം ഡെവലപ്പ് ചെയ്യുക. ഞങ്ങൾ തരുന്ന റിസോഴ്സ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ കയ്യിലുള്ള റിസോഴ്സ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്ത് ഈ 2 റിസോഴ്സ് മിക്സ് ചെയ്ത് നിങ്ങൾ സ്വയം ഡെവലപ്പ് ചെയ്യുക. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഇവിടുത്തെ ജനങ്ങൾക്ക് അവരുടേതായ കുറേ ഗ്രോത്ത് കൊടുക്കുക എന്നുള്ളതാണ് ഈ പഞ്ചായത്ത് രാജിൻ്റെ ബേസിക്കൽ അന്തസത്ത. അത് പാലിക്കപ്പെടാൻ പല പഞ്ചായത്തിനും സാധിക്കാത്തത് രാഷ്ട്രീയ അതിപ്രസരം കൊണ്ടായിരിക്കാം, പിന്നെ എഡ്യൂക്കേഷൻ്റെ അഭാവം ഉണ്ടാകാമായിരിക്കാം,
പിന്നെ പഞ്ചായത്ത് രാജിനെ കൃത്യമായിട്ട് പഠിക്കാൻ അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടായിരിക്കാം, പല കാരണങ്ങളുണ്ടാകും. ഞാൻ ആഗ്രഹിക്കുന്ന നല്ലൊരു പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ സ്വയം ഡെവലപ്പ് ചെയ്യുന്ന ഒരു നല്ല പ്രതീകാത്മകമായ പഞ്ചായത്തായിരിക്കാം. കേരളത്തിലെ എല്ലാ പഞ്ചായത്തും ഡെവലപ്പ് ചെയ്യുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല. പഞ്ചായത്തുകളുണ്ട്, ഡെവലപ്പ് ഒത്തിരി പഞ്ചായത്തുകളുണ്ട്. നമുക്ക് സ്വന്തമായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്ന പഞ്ചായത്തുകളുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ സ്റ്റേറ്റ് ലെവലിൽ നിന്നോ അല്ലെങ്കിൽ സെൻട്രലിന്റെ ഫണ്ട് ഉപയോഗിച്ച് കിട്ടാൻ വേണ്ടി ഇരിക്കുകയാണെങ്കിൽ ഒരു ജനറേഷൻ തന്നെ കടന്നു പോകും. അതൊക്കെ ചെയ്യുന്ന പഞ്ചായത്തുകളുണ്ട്. മുൻകൈ എടുത്തുകൊണ്ട് സാർ അത് വന്നപ്പോഴാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ നമ്മുടെ ആമ്പല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത് എത്രത്തോളം വിജയകരമായിട്ടാണ് സാറിന് തോന്നുന്നത്? ആമ്പല്ലൂർ പഞ്ചായത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ഈ 10-50 വർഷമായിട്ട് പഞ്ചായത്ത് താമസിക്കുന്ന ആളെന്ന് പറയുകയാണെങ്കിൽ ഈ 5 വർഷത്തിന് മുമ്പുള്ള പഞ്ചായത്തിൻ്റെ അവസ്ഥയും ഒരു പുതിയ ഭരണം ഇപ്പോൾ LDF ആയിരുന്നു ഭരിച്ചതെന്ന് വെച്ചാൽ UDF മാറിയിട്ട് UDF വന്നിട്ട് 5 വർഷമായിട്ട് ഒരു എടുത്ത് കാണിക്കാവുന്ന എന്തെങ്കിലും ഒരു ഡെവലപ്മെൻറ്റ്സ് നമ്മൾ പ്രതീകാത്മകമായി കാണിക്കാവുന്ന ഡെവലപ്മെൻറ്റ്സ് ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അങ്ങനെ ഉണ്ടായിട്ടില്ല. ഒരു ശുചിത്വ മിഷൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് നന്നായിട്ട് പ്രവർത്തിക്കുകയും പഞ്ചായത്തിന് ഒരു അവാർഡ് കിട്ടുകയും ചെയ്ത് പ്രസിഡന്റ് അവാർഡ് കിട്ടുകയും ചെയ്തു എന്നുള്ള സത്യമാണ്. പക്ഷേ അതിൽ മാത്രം വികസനം ഉണ്ടാവില്ലല്ലോ. ഇല്ല. പക്ഷെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ജനങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം ഒരു പലതും ഇവിടെ മിസ്സിംഗ് ആയി പോയിട്ടുണ്ട്. അതായത് ക്രിയേറ്റീവ് ആയിട്ടുള്ള പുതിയൊരു ചേഞ്ചസ് അത് ഉണ്ടായാൽ എനിക്ക് തോന്നിയിട്ടില്ല. നമുക്ക് പല കാരണം കൊണ്ടായിരിക്കാം. അതെ, അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സാറിന് നമ്മളെ പഞ്ചായത്തിൽ എന്തൊക്കെയാണ് ആവശ്യമായിട്ട് വേണ്ടത് എന്നാണ് സാറിന്? തീർച്ചയായിട്ടും ശരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തായിരിക്കും? നമ്മുടെ പഞ്ചായത്തിൽ ഒരു നല്ലൊരു സ്റ്റേഡിയം വേണം അല്ലേ? നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു നല്ലൊരു സ്വിമ്മിംഗ് പൂൾ വേണം. അതെ, അതുപോലെ നല്ല ഒരു ഓഡിറ്റോറിയം വേണം. നമ്മുടെ പഞ്ചായത്തിൻ്റെ ആവശ്യങ്ങളാണ്. നല്ലൊരു ഹോസ്പിറ്റൽസ് വേണം, ഫുൾ ഫ്ലെഡ്ജ് ഹോസ്പിറ്റൽസ്. ഇപ്പോൾ ഇതൊന്നും ഈ പഞ്ചായത്തുകളിലേക്ക് വരാൻ ബുദ്ധിമുട്ടില്ല. നമുക്ക് വേണ്ടത് വിൽ പവറാണ്, നിശ്ചയദാർഢ്യം. തീർച്ചയായിട്ടും നിശ്ചയദാർഢ്യം ഉണ്ടെങ്കിൽ വരും. അപ്പോൾ ഇതൊന്നും പഞ്ചായത്തിലേക്ക് വരികയും റോഡ് ടാറിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വികസനം വന്നിട്ട് ടാറിങ് വേണം. അതൊക്കെ കൃത്യമായിട്ട് നടക്കണം. അതൊക്കെ പഞ്ചായത്തിൻ്റെ ഫണ്ടും മറ്റു പുറത്തു വരുന്ന ഗ്രാൻഡൊക്കെ ഉപയോഗിച്ച് നടക്കുന്നുണ്ടാകാം. പക്ഷേ അതിലുപരിയായിട്ട് ഒരു നമ്മുടെ ഒരു സിഗ്നേച്ചർ ആണെന്നും പറഞ്ഞ് ഒരു കമ്മിറ്റി ഇറങ്ങിപ്പോകുമ്പോൾ, ഒരു പുതിയ കമ്മിറ്റി വരുന്നപ്പോൾ ഞങ്ങളുടെ സിഗ്നേച്ചർ ഇതാണ് എന്ന് പറഞ്ഞു പോകാവുന്ന ഒരു പ്രത്യേകമായ ഒരു ഡെവലപ്മെൻറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൺസ്ട്രക്ഷനോ അങ്ങനെ ആക്ടിവിറ്റീസ് നടന്നെന്ന് വെച്ചാൽ വളരെ സങ്കടത്തോട് പറയേണ്ടി വരും. കഴിഞ്ഞ 5 വർഷമായിട്ട് ഒന്നും തന്നെ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. അതായത് ഇത്തരം തരത്തിലുള്ള ഒരു കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ ആഗ്രഹിച്ച പലതും വരുമെന്ന് പ്രതീക്ഷിച്ച പലതും അതിപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഇവിടുത്തെ യുവാക്കളെ സംബന്ധിച്ച് ഒരു കളിക്കളം അല്ലേ, അത് നല്ല രീതിയിൽ ഒരു സ്റ്റേഡിയം ഉണ്ട് എങ്കിൽ അതൊരു ഓപ്പൺ കാരണം തീർച്ചയായിട്ടും ഇവിടെ എല്ലാം പ്രൈവറ്റ് ഒത്തിരി ഫുട്ബോൾ കോർട്ട് ടർഫ് വന്നു. പക്ഷെ അതുപോലെ പബ്ലിക്കായിട്ടൊരു ടർഫോ അല്ലെങ്കിൽ ഒരു സ്റ്റേഡിയം ഉണ്ടെങ്കിൽ നമുക്ക് വളരെ വരുന്ന തലമുറകൾക്ക് വലിയൊരു തലമുറക്ക് മാത്രമല്ല നമ്മളെല്ലാവരും കാണാൻ പറ്റുന്ന സ്പേസാണത്. ഒരു പ്രൈവറ്റ് ടർഫിൽ നമ്മളെല്ലാവരും പരസ്പരം കാണില്ല. പക്ഷേ ഒരു പബ്ലിക് ടർഫ് ഉണ്ടെങ്കിൽ, ഒരു സ്റ്റേഡിയം ഉണ്ടെങ്കിൽ, തൊട്ടടുത്ത പഞ്ചായത്ത് എടക്കാട്ടൂർ പഞ്ചായത്ത്, നമ്മുടെ സുഹൃത്ത് ജയകുമാറാണ് അവിടുത്തെ പ്രസിഡന്റ്. ആ പഞ്ചായത്ത് സ്വന്തമായിട്ട് സ്റ്റേഡിയം ഉണ്ട്. അതെങ്ങനെയുണ്ടായി? അത് ഈ പഞ്ചായത്തിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അത് ഞാൻ പറയുന്ന എൻ്റെ ഒരു മാനസിക നില പരിശോധിക്കുകയാണെങ്കിൽ ചിലപ്പോൾ പഞ്ചായത്ത് ചിന്തിക്കുള്ളൂ. അല്ലാതെ അത് നല്ലതല്ല ഇതെന്തിനാണ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ചിന്തിക്കുന്ന പഞ്ചായത്തായി പോയിട്ട് കാര്യമില്ല. ഒരു നല്ലൊരു ഗ്രൗണ്ട് സ്റ്റേഡിയം നമുക്ക് വേണ്ടതായിരുന്നു, വർഷങ്ങൾക്ക് മുമ്പേ ചെയ്യേണ്ടതായിരുന്നു. നമ്മൾ കഴിഞ്ഞ LDF പ്രവർത്തിക്കുന്ന സമയത്ത് ഒരു ഇന്ത്യൻ കോഫി ഹൗസിന് വേണ്ടിയിട്ട് അവർ പഞ്ചായത്തിൻ്റെ അവിടെ സ്ഥലം നിലനിർത്തിയിട്ട് ഇന്ത്യൻ കോഫി ഹൗസ് വന്നു. നല്ലതാണ്, നമുക്ക് എല്ലാവർക്കും കോഫി ഹൗസിൽ പോയി ചായ കുടിക്കാം. പക്ഷേ അതുകൊണ്ട് നമ്മുടെ ലോക്കലായിട്ടുള്ള തദ്ദേശീയർക്ക് എന്ത് പ്രയോജനം കിട്ടി? മിക്കവാറും അവിടെ ഞാൻ കാണുന്നത് കോട്ടയം എറണാകുളം റൂട്ടിൽ യാത്ര ചെയ്യുന്ന ആളുകൾ വണ്ടി നിർത്തി ചായ കുടിക്കും എന്നുള്ളതല്ലാതെ തദ്ദേശീയ ആളുകൾക്ക് അവിടെ ഒരു ചെറിയൊരു പാർക്കിന്റെ ബെനിഫിറ്റ് അല്ലാതെ ഒന്നും കിട്ടിയിട്ടില്ല. അല്ല, ആ പാർക്കിന്റെ കാര്യം തന്നെ പറഞ്ഞാലും ആ പാർക്കിന്റെ സ്റ്റേജ് ഒക്കെ ഇപ്പോൾ വെറുതെ നമ്മളൊരു പരിപാടി എനിക്ക് തോന്നുന്നത് 5 വർഷത്തിനുള്ളിൽ ആദ്യമായിട്ട് നടന്നൊരു പരിപാടി തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ വൈബ് ഞാൻ കണ്ടു. അപ്പം ഞാൻ വൈബ് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഒരു നേതൃത്വപ്പെട്ട ആൾ ചോദിച്ചു, നമുക്കിത് ഇങ്ങനെയുള്ള പരിപാടി സ്ഥിരമായിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ ഈ ചെടികളൊക്കെ പോകും നടത്തി കഴിഞ്ഞാൽ. പക്ഷെ അത്രയും സാധ്യതയുള്ള ഒരു സ്റ്റേജ് ആണ്. അതിനൊരു ചെറിയൊരു പേയ്മെന്റ് വാങ്ങിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരാളെ നിർത്തിയാൽ മതി. അവർക്ക് 2 കാര്യം ചെയ്യാം. മറ്റേ അതിൻ്റെ ചെടികളൊക്കെ സംരക്ഷിക്കാം, പിന്നെ അവിടെ കളക്ഷൻ ചെയ്യാം, എല്ലാം ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ഒരാളെ നിർത്തിയാൽ പോലും നമുക്ക് സ്വാഭാവികമായിട്ട് അവിടെ സ്ഥിരമായിട്ട് പരിപാടി നടത്തും. നഷ്ടം വരുന്നില്ല, പഞ്ചായത്തിന് ഒരിക്കലും ഒരു നഷ്ടമാവില്ല, അതൊരു ലാഭം തന്നെയായിരിക്കും. ഞാൻ മനസ്സിലാക്കിയതെന്ന് അറിയുമോ, ഇന്ത്യൻ കോഫി ഹൗസിന്റെ വെള്ളം പമ്പ് ചെയ്യുന്നത് അഗ്രമായിട്ടിരിക്കുന്ന ബിൽഡിങ്ങിൽ നിന്നാണ് പമ്പ് ചെയ്യുന്നത്. അതിന്റെ ഇലക്ട്രിസിറ്റി ബില്ല് കൊടുക്കുന്നത് പഞ്ചായത്താണ്. 15,000 രൂപ റെന്റ് കിട്ടുന്നുള്ളൂ. അത്രയും വലിയൊരു സ്പേസ്, ഒരു എത്രയോ കോടിക്കണക്കിന് രൂപ മുടക്കി പണിത ബിൽഡിങ്ങിൽ നിന്ന് കിട്ടുന്ന റെന്റ് 15,000 റുപ്പീസ് ഉള്ളൂ. ആ പാർക്കിംഗ് ഏരിയയിൽ ഇന്ത്യൻ കോഫി ഹൗസിൽ വരുന്നവരെ ഉപയോഗിക്കുന്നുള്ളൂ. അത് നല്ലതാണ്, ഞാൻ എതിർക്കൊന്നുമില്ല, കോഫി ഹൗസ് വളരണം. പക്ഷെ ആ പാർക്കിംഗ് ഏരിയ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ വ്യവസായത്തെ സംരക്ഷിക്കണമെങ്കിൽ
ആ ഷോപ്പുകളിൽ വരുന്ന ആളുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസും കൂടി ആയിരുന്നുവെങ്കിൽ ഇവിടുത്തെ പല ഷോപ്പുകളും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആലോചിക്കുക എത്ര ഷോപ്പുകൾക്ക് പാർക്കിംഗ് സ്പേസ് ഒരിടത്തും ഇല്ല. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്യാൻ പാർക്ക് ഏരിയ ഉപയോഗിക്കാം, അങ്ങനെയും ഉപയോഗിച്ചിരുന്നെങ്കിൽ അത് പഞ്ചായത്തിലേക്കുള്ള സാമ്പത്തിക സ്രോതസ് കൂടി നമുക്കറിയില്ല. അത് പാർക്കിംഗ് ഏരിയ കൊണ്ട് മറ്റേ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യൻ ഓഫീസർ എന്ത് പറയും നമുക്ക് അറിയില്ല. നമ്മൾ ധൈര്യത്തിൽ കൊണ്ട് ഞാൻ ഇട്ട് നോക്കും, പക്ഷെ അറിയില്ല അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അത് ആ വ്യവസായ കാഞ്ഞിരപ്പള്ളി ടൗൺ, കാരണം അമ്പലൂർ പഞ്ചായത്തിലെ ഏറ്റവും വലിയ ടൗണാണ്, ആ ടൗണിൻ്റെ ഒരു പാർക്കിംഗ് സൊല്യൂഷന് ഒരു പ്രയോഗം ചെയ്തില്ല. സാർ അതുപോലെ ഇപ്പോൾ സാർ അത് ആഗ്രോ മാർട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ആഗ്രോ മാർട്ടിൻ്റെ കെട്ടിടത്തിൻ്റെ ഒരു പരാതി കേട്ടിട്ടുണ്ടായിരുന്നു. കേട്ടു അപാകതകൾ. അത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു മറ്റേ ഈ വെജിറ്റബിൾസ് ഒക്കെ വിൽക്കാൻ വേണ്ടിയിട്ട്, അത് മറ്റേ ബയോ വെജിറ്റബിൾസും കുറച്ച് ഹോംലി ഫുഡ് വെജിറ്റബിൾസ് ഒക്കെ വിൽക്കുന്നതിൻ്റെ ഒരു സംവിധാനം നടക്കുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നത് ബുധനാഴ്ചയും ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും രാവിലെ 6 തൊട്ട് 7:30 അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അഗ്രോമാർട്ടിൻ്റെ അവിടെ ഒരു ഷെഡ് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. ഒരു 10 lakh rupees അതിൻ്റെ അടങ്ങൽ തുകയെന്നാണ് കേട്ടത്. അതിനെതിരെ ഒരു ചെറിയൊരു മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അതിനൊരു സത്യാവസ്ഥയുണ്ട്. അങ്ങനെ നമുക്കൊരു അങ്ങനെ ഒരു ബിസിനസ് നമുക്ക് നല്ലതാണ്, കാരണം അങ്ങനെ ഒരു സംഭവം ചെയ്യണം. പക്ഷേ അത് അതിൻ്റെ തൊട്ടകത്ത് ഈ അഗ്രോമാർട്ടിക്കുന്ന ബിൽഡിങ്ങിൽ ഒരു സപ്ലൈക്കോട്ടൊരു ഷോപ്പുണ്ട്. അപ്പം മേ ബി ഒരു സൂപ്പർ മാർക്കറ്റ് പോലത്തെ. അവിടെ വരുന്ന കസ്റ്റമേഴ്സ് വണ്ടി പാർക്ക് ചെയ്യുന്നത് സപ്ലൈക്കോട് മുമ്പിലാണ്. ഇപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ കാറുമായിട്ട് വന്ന് പാർക്ക് ചെയ്ത് അപ്പോൾ മഴയൊക്കെയാണല്ലോ, അവർക്ക് പാർക്ക് ചെയ്യാനുള്ള ഒരു പ്ലേസ് ആണ് എൻ്റെ ഫ്രണ്ടിലുള്ളത്. 10-20 കടകൾ 10-30 കടകളുണ്ട്. അപ്പോൾ അവർക്കും അവിടെ വരുന്നവരും ഉണ്ടാവും വണ്ടി പാർക്ക് ചെയ്യും. അപ്പോൾ ഈ ഒരു ബിൽഡിങ് അവിടെ വെക്കുമ്പോൾ അവിടെ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാർക്കിംഗ് കൺജസ്റ്റഡ് ആയി പോകുന്നുള്ളത് സത്യമാണ്. കാരണം 10-50 പേര് അവിടെ നിരന്ന് നിന്ന് കഴിഞ്ഞാൽ പാർക്കിംഗ് ഉറപ്പായിട്ടും കൺജസ്റ്റഡ് ആയില്ല. അപ്പോൾ അതൊരു നോക്കുവാണെങ്കിൽ അതിന് ആവശ്യമുണ്ടെന്ന് ചോദിക്കേണ്ട അവസ്ഥയുണ്ട് ഇപ്പോൾ. കാരണം തൊട്ടടുത്ത് തന്നെ ഒരു ഏകദേശം പണിയാൻ ഏകദേശം അതിൻ്റെ ഒരു 80% തന്നെ സൈസുള്ള ഒരു ഷെഡ് മത്സ്യക്കച്ചവടത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാന്ന് തോന്നുന്നു. അതവിടെ വെറുതെ കിടക്കുക. അപ്പോൾ ആ ഷെഡിൽ ഇപ്പോൾ ആരും യൂസ് ചെയ്യുന്നില്ല. കാരണം ആ മത്സ്യക്കച്ചവടം നടത്തിയ ഷെഡ് ഉപയോഗിച്ച ആൾ തൊട്ടടുത്ത് തന്നെ ഒരു പ്രൈവറ്റ് ഒരു പ്ലേസ് എടുത്തിട്ട് അവരത് ബിസിനസ് നടത്തുക. അപ്പോൾ അവിടെ ഈ ബിസിനസ് വേണമെങ്കിൽ കൊണ്ടുവരാം. കാരണം ഞാൻ പറയുന്നത് രാവിലെ ഈ 2 ദിവസമാണ് 6 തൊട്ട് 7-8 മണി വരെ ഈ കച്ചവടമുള്ളൂ. അതിനുവേണ്ടി 10 lakhs പഞ്ചായത്ത് മുടക്കണമോ എന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ അത് ഇവിടെ ഓൾറെഡി തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം മറ്റേതൊരു അനാവശ്യ ചെലവിലേക്ക് വേണമെന്ന് പറയാം. കാരണം ഒരിക്കലും പാർക്കിംഗ് സംബന്ധമായിട്ട് ഒരു ആരോപണമുള്ളത് ഈ പാർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു എതിർപ്പാണ് ആ ഷെഡിനെതിരെ ഒരു സംഭവമുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത് പാർക്ക് ചെയ്യുന്നവർക്ക് എതിർപ്പല്ലത്. അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ കൺജഷൻ വരും എന്നുള്ളത് സത്യമാണ്. കാരണം ഒരു കാർ അങ്ങോട്ട് ഇടുമ്പോൾ ഒരു 50 പേര് ആ ഷോപ്പിൽ എവിടെയൊക്കെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കൺജഷൻ വരും. അപ്പോൾ നോർമലി സപ്ലൈക്കോയുടെ ബിസിനസ് ഇല്ലാതായി പോകും. അപ്പോൾ സപ്ലൈക്കോനെ പ്രൊമോട്ട് ചെയ്യണം. ഇപ്പോൾ സപ്ലൈക്കോ തന്നെ മാറ്റണതിനെക്കുറിച്ചും വേറെ സ്ഥലത്തേക്ക് മാറ്റുന്നതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ സാധനം വരുന്ന കൺജഷൻ്റെ പേരിൽ വേണമെങ്കിൽ മാറ്റാം. അപ്പോൾ അതുകൊണ്ട് ബിസിനസ് മൊത്തത്തിൽ കുറയാനാണ് സാധ്യത. അത് മാത്രമല്ല ഒരു 2 മണിക്കൂർ ബിസിനസ്സിന് വേണ്ടി ഇത്രയും ചെയ്യണമോ വേണ്ടെന്നൊരു ചോദ്യം ഉണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ടും. നല്ലതാണ്, നമുക്ക് ആവശ്യമുള്ള നല്ല പ്രൊഡക്റ്റ് ഹൈജീനിക് ആയിട്ടുള്ള മറ്റേ ഫെർട്ടിലൈസർ ഉപയോഗിക്കാത്ത ബയോ ഫെർട്ടിലൈസർ ഉപയോഗിച്ചാൽ വേണ്ടിയിട്ട് വാങ്ങിക്കാം. പക്ഷെ അത് അതിനുള്ള സ്പേസ് അവിടെ ഉണ്ട്. അപ്പോൾ അത് പഞ്ചായത്ത് പറഞ്ഞാൽ കേട്ടത് ഇത് പുറത്തേക്ക് ഷെഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കാണുകയുള്ളൂ, കച്ചവടം കാണുള്ളൂ എന്നുള്ളത്. അത് നമ്മൾ പബ്ലിക്കേഷൻ നടത്തിയ പബ്ലിഷ് ചെയ്താൽ തീരാവുന്ന കാര്യമുള്ളൂ. ജനങ്ങൾ എന്തായാലും ചോദിച്ചറിഞ്ഞ്. അത് മാത്രമല്ല വരുന്ന സാധനം 2 മണിക്കൂർ വിറ്റ് തീരുകയും ചെയ്യും. പിന്നെ അത് ഓൾറെഡി നടക്കുന്നുണ്ട്. വീണ്ടും പ്രൊഡക്റ്റ് വന്നാൽ മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്കൊരു സജഷൻ ഉള്ളത്, ഈ ഓട്ടോമാറ്റിക് ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ ഈ വെഹിക്കിൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വേണമെങ്കിൽ ഒരു 10,000-3,000 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ ഇതേ പൈസ ഉപയോഗിച്ച് ഷെഡ് കൺസ്ട്രക്ട് ചെയ്യാം. ഒരു റൂഫിട്ടാൽ ഈ അപ്പോൾ സപ്ലൈക്കോയൊക്കെ ഇരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ ഫുൾ റൂഫ് ഇട്ടാൽ ഒരു 10-100 പേർക്ക് ഇരിക്കാവുന്ന ഒരു ചെറിയൊരു സ്റ്റേഡിയം, ഒരു സ്റ്റേഡിയമായിട്ട് മാറും. ആർക്ക് വേണമെങ്കിൽ ഇരിക്കാം, ചെറിയ കോൺഫറൻസ് നടത്താൻ പറ്റും. വേണമെങ്കിൽ കസേര പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ 10-100 പേരെ 100 പേർക്ക് ഇരിക്കാൻ പറ്റും. അപ്പോൾ ഏതെങ്കിലും സമയത്ത് ഇപ്പം ഞായറാഴ്ചകളിലേക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു സംവിധാനമായിട്ട് മാറ്റാൻ ഈ കാശ് വേണ്ട. അപ്പോൾ ഈ 1,500-2,000 സ്ക്വയർ ഫീറ്റ് മറ്റേ ഷെഡ് കെട്ടാൻ ഈ 10 lakhs വേണോ വേണ്ടതെന്നൊരു ചോദ്യം, പ്രസക്തമായ ചോദ്യം ഞാൻ കേട്ടു. പറയാറുണ്ട് ഈ ബസ് സ്റ്റോപ്പിനൊക്കെ വലിയ 5 ലക്ഷം എന്നൊക്കെയാണ് അവര് MLA ഫണ്ടിൽ നിന്ന് 5 ലക്ഷം ചെലവഴിച്ച് ഉണ്ടാക്കി. 6 വർഷം 2 വർഷം കഴിഞ്ഞിട്ട് പേയ്മെന്റ് കിട്ടുമ്പോൾ കുറച്ച് കൂടുതൽ ഓർമ്മില്ലാണ്. കാരണം ഈ മിക്കവാറും എല്ലാ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ 10% എബോ എന്ന് പറഞ്ഞിട്ടാണ് പ്രൊജക്ട് വരുന്നത്. 10%, 20% എബോ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഫിക്സ് ചെയ്താൽ അതിന്റെ പെർസെന്റേജ് എബോ ഇട്ടിട്ടാണ് മലപ്പുറം കൺസ്ട്രക്ട്. പേയ്മെന്റ് ഡിലേ വന്നുകൊണ്ടാണ്. പക്ഷെ എന്നാലും 10 ലക്ഷത്തിന്റെ ആവശ്യമില്ല. അത് നല്ല ഈ കമ്മിറ്റിക്ക് ചെയ്യാൻ ഏറ്റവും നല്ല സംഭവം എന്ന് പറഞ്ഞാൽ അവിടെ റൂഫ് ഇടുക, ആ ബിൽഡിംഗ് റൂഫ് ഇടുക. റൂഫ് ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ബിൽഡിങ്ങിൻ്റെ താഴെ ഈ ഷെഡിൻ്റെ ഒരു 5 times ലെവൽ വലുപ്പത്തിലുള്ള ഒരു സ്പേസ് കിട്ടും.
അത് വൃത്തിയായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ മോർണിംഗിൽ കച്ചവടം ചെയ്യാൻ ഏറ്റവും നല്ല സ്പേസ് അതാണ്. കാരണം അതിൻ്റെ മുകളിൽ നിരത്തി വെച്ച് കഴിഞ്ഞാൽ സുന്ദര ബിസിനസ് ചെയ്യാം. സാർ അതുപോലെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പം ടൂറിസം മേഖലയിൽ ആമ്പല്ലൂർ പഞ്ചായത്തിന് ഒരുപാട് സാധ്യതകൾ ഉണ്ട് എന്ന് എനിക്ക് തോന്നിയൊരു സ്ഥലം കൂടെയാണ്. കാരണം പക്ഷെ അതിനെ പറ്റി സാറിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അഭിപ്രായം? ശരിക്കും പറഞ്ഞാൽ എറണാകുളം ജില്ലയുടെ നെല്ലറയാണ് തോട്ടറപ്പുഞ്ച. തോട്ടറപ്പുഞ്ച നല്ല വിസിബിലിറ്റിയും വൈബും ഉള്ള സ്ഥലങ്ങളാണ്. കാരണം നിങ്ങൾ തന്നെ ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിം എടുത്തതിൽ തോട്ടറപ്പുഞ്ചിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അത്. അതുപോലെ ഒത്തിരി ഏരിയകളുണ്ട് ടൂറിസമായിട്ട് ബന്ധപ്പെട്ട്. ഒരു സൈഡിൽ തോട്ടറപ്പുഞ്ച, മറ്റേ സൈഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് അറിയില്ല, നമ്മുടെ കുമരകം ആലപ്പുഴ ടൂറിസം ബെൽറ്റ് കിടക്കുന്ന വേമ്പനാട് കായലിൻ്റെ ആക്സസും നമുക്കുണ്ട്. ആ കായൽ ഇതിലേക്ക് കിടക്കുന്നുണ്ട്. അപ്പോൾ നോർമലി മുറിഞ്ഞപുഴയൊക്കെ വളരെ അടുത്താണ്. മുറിഞ്ഞപുഴയൊക്കെ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി 30-40 ഹൗസ് ബോട്ട്സ് മുറിഞ്ഞപുഴയിൽ തന്നെയുണ്ട്. അത് ഈ ഹൗസ് ബോട്ട് ടൂറിസം എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഹൈലൈറ്റാണ്. അപ്പോൾ ഈ ഹൗസ് ബോട്ട് ടൂറിസത്തിൽ വരുന്നവർക്ക് മറ്റേ എറണാകുളം വരെ വേണമെങ്കിൽ ഹൗസ് ബോട്ടിൽ പോകാം, കുമരകം വരെ പോകാം. അപ്പോൾ അതൊക്കെയുണ്ട്, ഒരുപാട് സാധ്യത. അത് കണക്റ്റഡ് ആണ്. നമ്മൾ അതിനകത്ത് ഒത്തിരി തോടുകളും പുഴകളൊക്കെ നമ്മുടെ പഞ്ചായത്തിനകത്ത് തന്നെയുണ്ട്. പല പുഴകളുണ്ട്. ഈ പുഴകളും പാണാർപാ പുഴ അതൊരു സൈഡിൽ കിടക്കുന്നു. ഇതെല്ലാം യൂസ് ചെയ്തൊരു ടൂറിസം പ്രൊമോഷൻ നടത്താൻ പഞ്ചായത്ത് മുൻകൈ എടുത്തിരുന്നതെങ്കിൽ ഒത്തിരി ടൂറിസ്റ്റുകൾ ആമ്പല്ലൂർ പഞ്ചായത്തിൽ വരും. കാരണം ഒന്ന് പല പ്രയോജനമുണ്ട്. വെള്ളം, കുടിവെള്ളത്തിൻ്റെ സാന്നിധ്യതയുണ്ട്, പിന്നെ മറ്റുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അപ്പോൾ ടൂറിസത്തിൻ്റെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആമ്പല്ലൂർ പഞ്ചായത്തിൻ്റെ മുഖമുദ്ര തന്നെ മാറ്റാൻ പറ്റുന്ന സംവിധാനം ഒത്തിരി ടൂറിസ്റ്റിലുണ്ടായിരുന്നു. പക്ഷേ പഞ്ചായത്ത് ഒന്നും തന്നെ മുൻകൈ എടുത്തായിട്ട് ഞാൻ കണ്ടിട്ടില്ല. കാരണം പല ബിൽഡിങ്ങുകളും ഒരു 5 വർഷം മുമ്പ് ഞാൻ പണിത പല ബിൽഡിങ്ങും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു ടൂറിസം പോയിട്ട് ആമ്പല്ലൂർ പഞ്ചായത്തിലേക്ക് വരുന്നുണ്ട്. അതിൻ്റെ ബേസിൽ നമ്മൾ ബിൽഡിങ്ങുകൾ പണിത പലരും എനിക്കറിയാം. പക്ഷേ അതൊന്നും സക്സസ് ആയില്ല. കാരണം ഒരാൾ ഒരു ബിൽഡിംഗ് പണിതിട്ട് ടൂറിസ്റ്റുകൾ വരാൻ പറഞ്ഞാൽ വരില്ല. ആ പ്രൈസിന് ആമ്പല്ലൂർ പഞ്ചായത്തിൻ്റെ ഒരു ടൂറിസത്തിൻ്റെ ഐഡൻറ്റിറ്റി ഉണ്ടാവണം. അങ്ങനെയുള്ള ഐഡന്റിറ്റി ഉണ്ടാക്കി കൊടുത്താൽ മാത്രമേ വരുള്ളൂ. അതെ, തീർച്ചയായും. നമ്മൾ അങ്ങോട്ടൊരു പ്രൊജക്ട് വെച്ച് കൊടുത്താൽ മാത്രമേ. പിന്നെ ഞാൻ റീസെൻ്റ് ആയിട്ട് ഒരു ആയുർവേദിക് റിസോർട്ട് ഞാൻ വിസിറ്റ് ചെയ്തിരുന്നു. നല്ലൊരു റിസോർട്ടാണ്. പക്ഷേ അവർക്ക് അവിടേക്ക് പല പുറത്തുനിന്ന് ആൾ വരുന്നുണ്ട്, പിന്നെ ഫോറിൻ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. ഈ പഞ്ചായത്ത് തന്നെയുള്ള, പക്ഷേ അതൊന്നും പ്രൊമോട്ട് ചെയ്യപ്പെടുന്നില്ല. അതെ. അപ്പം അങ്ങനെ ഒത്തിരി പേർക്ക് ഇപ്പോൾ തന്നെ നമ്മൾ തോട്ടപ്പഞ്ചായത്ത് കൊട്ടതട്ടി ലോക്കെ ലാൻഡ് ഉണ്ട്. 10-12 സ്ഥലം, 10-12 ഏക്കർ സ്ഥലം. അതൊക്കെ ടൂറിസം വന്നു കഴിഞ്ഞാൽ ആ സ്ഥലമൊക്കെ കേരളത്തിന് അറിയപ്പെടുന്ന ഒരു ഡെസ്റ്റിനേഷൻ മാറും. കാരണം അതൊരു വലിയൊരു കുന്നാണ്. ആ കുന്നിൽ ഒത്തിരി സാധ്യതകളുണ്ട്. അത്രയും സാമ്പത്തികം ഈ പഞ്ചായത്തിലേക്ക് ഒഴുകുകയും ചെയ്യും. ഉറപ്പായിട്ടും ജനം കൂടുതൽ റിച്ചായി മാറും. അതിൻ്റെതായ പ്രൊമോഷൻ വരേണ്ടതായിട്ടുള്ള സമയം വളരെ അതിക്രമിച്ചു. അത് ഞാൻ പറയുന്നത് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റും കമ്മിറ്റിയും അതിലേക്ക് ഒരു ശ്രദ്ധ പുലർത്തേണ്ട ഒരു ആവശ്യമുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ ഈ പരിപാടി കണ്ടിട്ടെങ്കിലും അവർ പരിപാടി കണ്ടിട്ട് എൻ്റെ ഏറ്റവും വലിയ അഭ്യർത്ഥന, ഈ പരിപാടി കണ്ടിട്ട് കിട്ടാവുന്ന സമയത്തേക്ക് ടൂറിസമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രൊമോഷൻസ് ആക്ടിവിറ്റീസ് എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. പഞ്ചായത്തിന്റെ ഒരു മെമ്പർ നിലയിൽ അപേക്ഷിക്കുക, വോട്ടർ എന്ന നിലയിൽ, ഇവിടുത്തെ ഒരു അന്തേവാസി എന്ന നിലയിൽ. തീർച്ചയായിട്ടും സാറേ, അതുപോലെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ വ്യാവസായിക മേഖലയിലേക്ക് ഈ പഞ്ചായത്ത് എത്രത്തോളം സഹായിച്ചിട്ടുണ്ട് എന്ന്? വ്യാവസായികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരവസ്ഥ ഇപ്പോഴും ഉണ്ട് പഞ്ചായത്തിൽ. വ്യാവസായികമായുള്ള ഒത്തിരി എൻറ്റിറ്റീസ് വരേണ്ടതായിരുന്നു. ഇപ്പം അത് പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽ ഒട്ടും തന്നെ പെടാം. പഞ്ചായത്തിനൊരു ചെറിയൊരു ഇൻഡസ്ട്രിയൽ ലാൻഡ് ഉണ്ട്, നിങ്ങൾ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അതിനകത്ത് നടക്കുന്നത് മറ്റു കേരളത്തിലെ എല്ലായിടത്തും നടക്കുന്ന പോലെ തന്നെ വളരെ തുച്ഛമായ പ്രവർത്തനം മാത്രമേ നടക്കുന്നുള്ളൂ. ഒരു 10-15 വർഷമായിട്ട് അത് വളരെ ഏകദേശം നിർജ്ജീവാവസ്ഥയിലാണെന്ന് തന്നെ പറയാം. അതൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതും അതിലേക്കൊക്കെ പ്രൊമോട്ട് ചെയ്യേണ്ടതൊക്കെ പഞ്ചായത്തിൻ്റെ കടമയാണ്. ഞാൻ പറയുകയാണെങ്കിൽ ഒരു വ്യവസായത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമീപനമല്ല പഞ്ചായത്ത് ഭരിക്കുന്ന സെക്രട്ടറിയും അവരൊക്കെയുള്ള ഉദ്യോഗസ്ഥ ബന്ധത്തിനുള്ളത്. എങ്ങനെ നടത്താൻ പറ്റാതിരിക്കാം, എങ്ങനെ അത് നിഷേധിക്കാം, എങ്ങനെ പുതിയ ഇൻഡസ്ട്രീനെ അവോയ്ഡ് ചെയ്യാം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സംവിധാനം പലപ്പോഴും ഞാനും എൻ്റെ വിഷമനായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അത് മാറേണ്ട സമയം കഴിഞ്ഞു. പല സമീപ പഞ്ചായത്തുകളൊക്കെ വ്യവസായത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ട്, ഒരു വ്യവസായം എന്ന് പറഞ്ഞാൽ ഒരു കൃഷി പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വ്യവസായം നടത്തുമ്പോൾ ഒരു വ്യവസായി മാത്രമല്ലല്ലോ, അതിന് ഒത്തിരി എംപ്ലോയീസ് ഉണ്ടാവും, ജോലിക്കാരുണ്ടാവും. അവർക്ക് ഒരു 10 പേർക്ക് ജോലി എടുത്ത് 10 കുടുംബത്തിൻ്റെ കഞ്ഞി ഭക്ഷണം നടക്കും, 10 കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നടക്കും, അവർ വിദ്യാഭ്യാസം നടക്കും. അപ്പോൾ ഒരു വ്യവസായം വന്നാൽ ഒരു വ്യവസായിയുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന എത്ര പേരുണ്ട്, അത്രയും തൊഴിലാളികളെ മാത്രം കണ്ടാൽ പോരാ, അത്രയും തൊഴിലാളികളുടെ കുടുംബത്തെ നമ്മൾ കാണണം. ആ കുടുംബത്തിലുണ്ടാകുന്ന വിദ്യാഭ്യാസം, ഹോസ്പിറ്റൽ എല്ലാം നടക്കുന്ന ആ വ്യവസായം വെച്ചിട്ടാണ്. പക്ഷേ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന സമീപനം ഒട്ടും തന്നെ ഈ പഞ്ചായത്ത് ചെയ്യുന്നില്ലെന്നുള്ളത് സങ്കടകരമാണ്. ഞാനതിപ്പോൾ ഏത് രാഷ്ട്രീയപരമായുള്ള സംഭവത്തിൽ വെച്ചിട്ടാണ് ഞാൻ പറയും, അത് ഒട്ടും തന്നെ ചെയ്യുന്നില്ല. വ്യവസായം വളരണമെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് പറ്റും. അതിനുള്ള എല്ലാ റെഡ് ടേപ്പീസും മാറ്റിക്കൊടുക്കും, ചുവപ്പ് നാടുകളിൽ കൊടുക്കാതെ വെച്ചേ പറ്റൂ. അതുപോലെ വ്യവസായം, കൺസ്ട്രക്ഷൻ,
ഇതിലൊക്കെ നമ്മൾ സഹായകമായ കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് പുറത്തുള്ള വ്യവസായികൾ ഇങ്ങോട്ട് വരും. ഇപ്പോൾ സാധാരണക്കാരൻ തന്നെ ഒരു എന്തെങ്കിലും ഒരു പേപ്പർ വർക്കിന് പോയാൽ പോലും അത്രയും കാലം നീട്ടിയിട്ടാണ് പല സാധാരണക്കാർക്ക് പലപ്പോഴും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അത് പക്ഷേ ചില ആളുകൾ പണക്കാരെ നമ്മൾ പലപ്പോഴും കണ്ടാൽ അവരതിൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കും. അതിൻ്റെ പിൻവാതിനെ കുറിച്ച് ഞാൻ ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല. അത് വേറൊരു ആരോപണമായിട്ട് മാറാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷേ ഞാൻ അങ്ങനെ ഒരു രാഷ്ട്രീയപരമായിട്ട് സംസാരിക്കുന്നതല്ല. പക്ഷേ എങ്കിലും സാധാരണക്കാരൻ പോലും ചിലപ്പോൾ ഒരു വ്യവസായം തുടങ്ങാൻ ആദ്യം വേണ്ടാന്ന് വിചാരിക്കുന്നത് കാരണം ഇവിടുത്തെ ടൈപ്പിസം വെച്ചിട്ടുണ്ട്. ഈ പഞ്ചായത്ത് ഒരിക്കലും ഈ പറയുന്ന വ്യവസായികളെ ആകർഷിക്കാനുള്ള സംവിധാനം ഒന്നും ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് മാറേണ്ട സമയം വന്നു. അതൊക്കെയാണല്ലോ ഭരണമാറ്റത്തിന് തന്നെ കാരണമാകുന്ന ഇങ്ങനെയുള്ള നിഷേധാത്മക നടപടികളല്ലേ. അത് കണ്ടിൽ നടിക്കാൻ പറ്റില്ല. നമ്മൾ റിജിഡ് ആറ്റിറ്റ്യൂഡ്, ഫ്ലെക്സിബിൾ ആറ്റിറ്റ്യൂഡ് ഒരിക്കലും പാടില്ല. ഫ്ലെക്സിബിൾ ആറ്റിറ്റ്യൂഡ് പാടുള്ളൂ. റിജിഡ് ആറ്റിറ്റ്യൂഡ് ഒട്ടും പാടില്ല. കടുംപിടുത്തം പാടില്ല. വ്യവസായം കൊണ്ടുവരിക. ഇപ്പോൾ സമീപ പഞ്ചായത്ത് എടക്കാട്ടുവല്ലിന് വീണ്ടും പരാമർശിക്ക് വരുന്നതിൻ്റെ വിഷമമുണ്ട്. ആ എടക്കാട്ടു പഞ്ചായത്തിൽ സംഭവിക്കുന്നതിൽ അവിടെ വ്യവസായത്തെയും കൃഷിയെയൊക്കെ ആകർഷിക്കാൻ വേണ്ടുന്ന പല പദ്ധതികളും അവർ കൊണ്ടുവരുന്നുണ്ട്. നമ്മളിവിടെ അതൊന്നും കണ്ടിട്ട് ഇതൊന്നും പ്രതികരിക്കാതിരിക്കുന്ന സമൂഹമാണ് ഇവിടെ ഉള്ളത്. ആ സമൂഹത്തിനെ നമുക്ക് സമൂഹത്തിനോട് കുറ്റം കാര്യമൊന്നുമില്ല. നമ്മൾ കുറ്റം പറയാൻ, നമ്മൾക്ക് അങ്ങനെ കുറ്റം കേൾക്കാതെ ആഗ്രഹിക്കണമെങ്കിൽ ആ സമൂഹത്തിനെ കറക്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. കൊച്ചു കാര്യം പലപ്പോഴും പല കാര്യങ്ങളിലും ഈ പറയുന്ന പഞ്ചായത്തിൻ്റെ പല കമ്മിറ്റി മെമ്പർമാർ തന്നെ ഈ വ്യവസായത്തിന് തുരങ്കം വെക്കുന്നതായിട്ടും പലപ്പോഴും എൻ്റെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്. പിന്നെ രാഷ്ട്രീയ പ്രേരിതമായിട്ടും എല്ലാ ഇടപെടലുകളും പിന്നെ അതൊന്നും പാടില്ല. കാരണം ഇനി വളരേണ്ടത് വ്യവസായവും ജനകീയമായി ഇടപെടണം അല്ലേ. പഞ്ചായത്തുകൾ എല്ലാ തരത്തിലും ഇടപെടണം, ജനകീയം ഇടപെടണം, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിത്തരണം. ഒരിക്കലും ഒരു ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി നടക്കാത്ത ഒരു രാഷ്ട്രീയക്കാരനും രാഷ്ട്രീയ ഭാവി ഉണ്ടാവില്ല. ജനങ്ങൾക്കിടയിൽ ഇറങ്ങി നടന്ന് അവർക്കൊപ്പം ഇരുന്ന് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്ന രാഷ്ട്രീയ ചിന്താഗതി വളർന്നു വന്നാൽ മാത്രമേ നിങ്ങൾ രാഷ്ട്രീയത്തിനെ അതീതമായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ രാഷ്ട്രീയത്തെ ഒരിക്കലും തെറ്റായിട്ട് പറയണ്ട. കാരണം ഏത് ലോകത്ത് രാഷ്ട്രീയം തെറ്റാന്ന് ചിന്തിക്കുന്ന യുവജനത ഉണ്ടെങ്കിൽ ഞാനോട് പറയും ആ യുവജനതയുടെ ചിന്ത തെറ്റാണ്. കാരണം രാഷ്ട്രീയം അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ വിദ്യാഭ്യാസവും രാഷ്ട്രീയവും ചിന്താഗതിയും എല്ലാം തത്വചിന്തയൊക്കെ കടന്നു വന്നാൽ അത് വളരെ വലിയൊരു മാറ്റമാണ് സൊസൈറ്റിക്ക് ഉണ്ടാകാൻ പറ്റുന്നത്. ഒരു പൊതുപ്രവർത്തനം നടത്തുന്ന ആളെ ഒരു സൊസൈറ്റിക്ക് മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ, ഒരു ചെറിയൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ആൾ സമൂഹത്തിൽ മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ, ഒരു ആതുരാലയം നടത്തുന്ന ആളൊരു സമൂഹത്തിൽ മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ ഒരു പൊതുപ്രവർത്തനം സാധിക്കുന്നുണ്ട്. വളച്ചു വളർന്നപ്പോൾ നമ്മൾ അമലിലേക്ക് വളച്ച നമുക്കറിയാലോ. അമലിലേക്ക് വളർന്നത് ഒരാളുടെ പ്രവർത്തനം കൊണ്ടാണ്. അതുപോലെ തന്നെ ഓരോരുത്തർക്കും നിശ്ചയദാർഷ്ട്യം ഉണ്ടെങ്കിൽ വളർച്ച വരുത്താൻ പറ്റും. കൃത്യമായ ലക്ഷ്യം. ഒരു പഞ്ചായത്തിന്റെ കയ്യിൽ ലക്ഷക്കണക്കിന് രൂപയുടെ റിസോഴ്സ് ഉണ്ട്, കോടിക്കണക്കിനുണ്ട്. അപ്പോൾ അമ്പലി പഞ്ചായത്ത് തന്നെ ഒരു ഹോസ്പിറ്റലുണ്ട്, അംഗനവാടിയുണ്ട്, ബാലവാടിയുണ്ട്, ആയുർവേദ ഡിസ്പെൻസറി ഉണ്ട്, അങ്ങനെ ഒത്തിരി സ്കൂൾസ് ഉണ്ട്. അങ്ങനെ ഈ പഞ്ചായത്തിന്റെ കൺട്രോളുള്ള ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂഷൻസും എഡ്യൂക്കേഷൻസും അടുത്ത് ടേക്ക് എ ബ്രേക്ക് എന്ന് പറഞ്ഞൊരു പദ്ധതി അവർ നല്ലൊരു പരിപാടിയാണ്. ഞാൻ കണ്ടില്ലെങ്കിലും ഒരു വിശ്രമ കേന്ദ്രം നന്നായിട്ട് ചെയ്യേണ്ട വിശ്രമ കേന്ദ്രമാണ്. അതൊരു വലിയൊരു ചേഞ്ച് ആയിട്ട് ഞാൻ പറയും. നല്ല കാര്യമാണ്. പക്ഷെ അതൊക്കെ അതിൽ മാത്രം ഒതുങ്ങിയിട്ട് കാര്യമില്ല. അത് ആവശ്യമാണ്. അതിനി കൂടുതൽ ആളുകൾക്ക് എത്തിക്കണം. അങ്ങനെ ഒരു സ്പേസ് എത്തിക്കണം. അതെന്താ ചെയ്യേണ്ടതെന്ന് എത്തിക്കണം. ഇപ്പം പല സ്ഥലത്തും ഞാനിപ്പോൾ ഈ ടേക്ക് എ ബ്രേക്ക് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു കാര്യം ഞാൻ കണ്ടത്, കഴിഞ്ഞ ദിവസം ഞാൻ പാലക്കാട് ട്രാവൽ ചെയ്തപ്പോൾ അവിടെ ഒരു ട്രാവൽ ലോഞ്ച് എന്ന കൺസെപ്റ്റ്, ഒരു 50 സ്ഥലത്ത് ഒരു പ്രൈവറ്റ് ആയിട്ട് ഒരാൾ ചെയ്ത ട്രാവൽ ലോഞ്ച്. അതെന്താണെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനം ഒരു മറ്റേ ബാത്റൂം ഫെസിലിറ്റിയും ഫെസിലിറ്റിയും അത് 250 റുപ്പീസിന് നമുക്ക് ബാത്ത് ചെയ്ത് ഫ്രഷ് ആയിട്ട് പുറത്ത് വരാം. അതുപോലെ 30 റുപ്പീസ് കൊടുത്താൽ നമുക്ക് ടോയ്ലറ്റ് ഉപയോഗിക്കാം, ബാത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൂടാതെ നമുക്ക് ഒന്ന് കിടക്കണം, ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട്. പിന്നെ 3 hours കിടന്നുറങ്ങുകയാണെങ്കിൽ 300 ചില്ലാൻ രൂപ, 6 മണിക്കൂറാണെങ്കിൽ 540 രൂപ. അപ്പോൾ അതിനകത്ത് ബാത്റൂം ഉപയോഗിക്കാം. അപ്പോൾ ഞാനവിടെ ചെന്ന് ജസ്റ്റ് ഒന്ന് 6 മണിക്കൂർ രാവിലെ രാത്രി 10 മണിക്ക് ചെന്ന് അത് ഒന്ന് കിടന്ന് റെസ്റ്റ് ചെയ്ത് രാവിലെ ഫ്രഷ് ആയിട്ട് എനിക്കൊന്ന് പോയി കഴിഞ്ഞാൽ എനിക്ക് 500 ചില്ലാൻ രൂപ മുടക്കിയാൽ മതി. ഓക്കെ സാർ, ഇപ്പോൾ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ പോലെ ഒരു കാര്യം ഓർമ്മ വന്നു. ഇവരൊക്കെ ഈ പദ്ധതികളൊക്കെ തുടങ്ങുകയാണെങ്കിലും പിന്നീട് ഇതിൻ്റെ ഒന്നും മെയിൻ്റനൻസ് അവർ ശ്രദ്ധിക്കാത്തവർ. അത് സർക്കാരിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരിതാണ്. നമ്മൾ സാധനം വാങ്ങിയിടും, പിന്നീട് അതിൻ്റെ ഒരു മെയിൻ ഇപ്പം നമ്മുടെ പല പഞ്ചായത്തുകളിലും ഈ ടേക്ക് എ ബ്രേക്കുകളൊക്കെ ഇപ്പോഴും ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒരു അവസ്ഥ കൂടി കാണാൻ സാർ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കപ്പെടാൻ എപ്പോഴും ഈ പ്രൈവറ്റും പബ്ലിക്കും തമ്മിൽ വ്യത്യാസം അതായിപ്പോയാൽ നമ്മൾ ഏറ്റവും സങ്കടകരമാണ്. അതിൻ്റെ ഒരു കാലഘട്ടം മാറി തുടങ്ങിയെന്ന് എൻ്റെ വിശ്വാസം. ഇന്ന് മറ്റേ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ വരുന്ന നിങ്ങളെപ്പോലെ ചെറുപ്പക്കാരെ ആളുകൾ ഇതൊന്നും അത്രയും അലംഭാവത്തിൽ കാണുന്നില്ല. അവർ സാമ്പത്തികപരമായിട്ട് നോക്കുമ്പോൾ അവരുടെ ജോലി സുസ്ഥിരമായതുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ ശ്രദ്ധിക്കണമെന്നില്ല. എങ്കിലും ഇതിലൊക്കെ കുറച്ചും കൂടി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സാമൂഹിക സംവിധാനമുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു രാഷ്ട്രീയ സംവിധാനം കൂടെ ഉണ്ടെങ്കിൽ
ഇതെല്ലാം കൃത്യമായിട്ട് നടന്നു നമ്മളൊന്ന് ചെന്ന് ജസ്റ്റ് നോക്കി ഇതെന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് നോക്കുക. പിന്നെ അത് നമ്മുടെ ഇമ്പോർട്ടൻസ് എല്ലാവിധ ആളുകളും പലപ്പോഴും വിസിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലാണെങ്കിൽ ഹോസ്പിറ്റലിൽ ഒരു പ്രസിഡന്റ് ആഴ്ചയിൽ ഒരിക്കലോ മാസത്തിലൊരിക്കലോ വിസിറ്റ് ചെയ്യണ്ടേ? അത് നടക്കുന്നില്ലെങ്കിലോ? ഉദ്യോഗസ്ഥന്മാർ മാത്രം പോയിട്ട് കാര്യമില്ലല്ലോ. ഇൻസ്പെക്ഷൻ ഇല്ലെങ്കിൽ അവർക്ക് അവരല്ലേ അതിൻ്റെ നാഥൻ. അപ്പോൾ ഒരു അംഗനവാടിയിലോ ഒരു ആയുർവേദ ഡിസ്പെൻസറിയിലോ ഈ പ്രസിഡന്റും ഒക്കെ ഒന്ന് ഇടയ്ക്ക് ഇൻസ്പെക്ട് ചെയ്താൽ ഈ കഥയൊക്കെ കുറേ മാറും. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവരുടെ ഇൻവോൾവ്മെൻറ്റ് അവിടെയൊക്കെ വേണം. എവിടെയും ചെന്നെത്തണം. ഒരു മരണ വീട്ടിൽ ചെല്ലുന്ന പോലെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനടുത്തുള്ള അംഗനവാടിയാണെങ്കിൽ അവിടെ പോയി കാണുക, അവിടെ എന്താണ് കുറവെന്ന് പഠിക്കുക. ആ പഠിക്കുന്ന കുറവുകൾ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരും ഒക്കെ പോയിട്ട് കറക്റ്റ് ചെയ്ത് പോവുക. ഇത് നടന്നാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ തന്നെ അജിൽ ചോദ്യത്തിൽ ടൂറിസത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ നമ്മുടെ അമ്പിളി പഞ്ചായത്തിൻ്റെ കൃഷി സംബന്ധമായിട്ട് നമ്മൾ ചർച്ച ചെയ്യണ്ടേ? കൃഷി സംബന്ധമായിട്ടാണെങ്കിൽ തോട്ടപ്പുഞ്ചയിലൊക്കെ കാർഷിക മേഖലയിൽ കാര്യങ്ങൾ ഒത്തിരി കേരളത്തിൻ്റെ എറണാകുളത്തിൻ്റെ നെല്ലറ എന്ന് പറഞ്ഞ് തോട്ടപ്പുഞ്ച ഉണ്ടെങ്കിൽ പല സ്ഥലങ്ങളും ഇപ്പോൾ കൃഷി നടത്താതെ വെറുതെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പല ജില്ലകളിലും കർഷകർ ആത്മഹത്യ ചെയ്യാണ് അല്ലേ? തീർച്ചയായിട്ടും കൃഷി ഒരിക്കലും ലാഭകരമല്ല. പക്ഷേ കൃഷി ലാഭകരമല്ലെങ്കിൽ പോലും അത് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം തീരുന്നില്ലല്ലോ. കൃഷി ചെയ്യപ്പെടാതെ നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ അൺയൂട്ടിലൈസ്ഡ് ഉള്ള സ്ഥലങ്ങളൊക്കെ അങ്ങനെ കിടന്നാൽ നമുക്ക് സമൂഹത്തിൽ എന്ത് നേട്ടം? ഞാൻ തന്നെ വേണമെങ്കിൽ 10-12 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കാറുന്ന ഒരു കൃഷി നിലം കഴിഞ്ഞ വർഷമാണ് ഞാനത് ഈ വർഷം ഒരു 2 ആഴ്ച മുമ്പ് അത് കൃഷി നമ്മൾ കൊയ്തെടുത്തു. നമുക്ക് ലാഭമൊന്നുമില്ല. ഒരു ആക്ച്വലി മുടക്കിയതിന് 20% ലാഭമില്ല, 20% മുടക്കുകൾ തിരിച്ചു കിട്ടിയില്ല. പക്ഷേ 12 വർഷമായിട്ട് വെറുതെ കിടന്ന പ്രോപ്പർട്ടിയാണ് ഞാൻ യൂസ് ചെയ്തത്. കാരണം ഒരു ആഗ്രഹത്തിന് ചെയ്തതാണ്. കൃഷി വകുപ്പിൻ്റെയൊക്കെ സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു, വേറെ സപ്പോർട്ടൊന്നും കിട്ടിയില്ല. അവരൊന്ന് ജസ്റ്റ് കണ്ടുപോയി ഫോട്ടോ ഒക്കെ എടുത്ത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ. അടുത്ത് എന്താ നമ്മൾ പറഞ്ഞു തരണം. അവർ നമുക്ക് ചെയ്യാനുള്ളൊരു എന്നെ പോലെ തലമുറയ്ക്ക് കൃഷി ഫുൾ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതല്ല. നമ്മളതുകൊണ്ട് തന്നെ നമുക്കിനി ചെയ്യേണ്ടത് എന്താണെന്ന് അവർ പറഞ്ഞു തരണം. അപ്പോൾ അതൊന്നും ഇവിടെ നടക്കുന്നത്. അപ്പം ഞാനത് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലെ ആൾക്കാരെ ഒന്ന് ബോധവൽക്കരിക്കുന്ന കൃഷി ഓഫീസർ ഉണ്ടെങ്കിലോ ഇങ്ങനെ ചെയ്തില്ലേ? അപ്പോൾ തൊട്ടടുത്തുള്ള നമുക്ക് 5-6 ഏക്കർ സ്ഥലം ഉണ്ടല്ലോ, അവിടെയൊക്കെ നമ്മൾ ചെയ്ത് മറ്റാൾക്ക് കൂടി പ്രചോദനമാണ്. അപ്പോൾ അത് ചെയ്യണം. അപ്പോൾ അവർ പറയണം ഞങ്ങൾ ഫ്രീ ആയിട്ട് ട്രാക്ടർ തരാം, ഫ്രീ ആയിട്ട് കൊയ്ത്ത് മെഷീൻ തരാം. ഇതൊക്കെ പഞ്ചായത്തിനുണ്ടാകുമായിരിക്കും. പല പഞ്ചായത്തിനും ഫ്രീ കൊയ്ത്ത് മെഷീനൊക്കെ ഉണ്ട്, ട്രില്ലറുണ്ട്, ട്രാക്ടറുണ്ട്, എല്ലാം ഉണ്ട്. ഇവിടെ ഇതില്ലാന്ന് എനിക്ക് തോന്നുന്നു. അതൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ നമ്മളെ പരിചയപ്പെടുത്തി അതൊക്കെ നമ്മൾ കണ്ട് തരാൻ ഓഫർ കൊടുത്താൽ നമ്മൾ തീർച്ചയായിട്ടും പലരും ഈ കാര്യത്തിലേക്ക് ഇറങ്ങും. പിന്നെ ഞാനിപ്പോൾ കൃഷി ചെയ്ത ഏറ്റവും വലിയ പ്രശ്നം എന്നല്ലേ അവിടെ ആ കൃഷി ചെയ്യുമ്പോൾ ഞാൻ ഏറ്റവും വലിയ ഫേസ് ചെയ്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കനാലുണ്ട്. ഈ കനാൽ ബ്ലോക്കാണ്. അപ്പോൾ ഞാൻ ഈ കൃഷി പലപ്പോഴും ഒത്തിരി എഫർട്ട് എടുക്കുന്നത് ഈ കനാലുകൾ വെള്ളം പോകുന്നില്ല. വെള്ളം പോകുന്നതിന് കാരണം ഈ കനാൽ ചെന്ന് അവസാനിക്കുന്നത് കാഞ്ഞിരട്ടത്ത് തന്നെയുള്ള ഒരു ബാറിൻ്റെ തൊട്ടടുത്താണ്. ഈ ബാറിൻ്റെ തൊട്ടടുത്താകുമ്പോൾ ബാറിൻ്റെ വേസ്റ്റ് എല്ലാം നിന്ന് ആ കനാൽ ബ്ലോക്കായിരിക്കുക. അപ്പോൾ അവരുടെ സാമ്പത്തിക ശേഷിയൊക്കെ ഉള്ളത് ശക്തമായതുകൊണ്ട് നമുക്ക് അതിനെതിരെ പ്രതികരിക്കാൻ പറ്റില്ല. ഈ പഞ്ചായത്ത് ഒരുപക്ഷെ എന്നെക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആ ബാറിൻ്റെ മുതലാളികൾക്കായിരിക്കും. അവിടെ നിന്ന് വെള്ളം പുറത്തേക്ക് പോകാത്തത് കൊണ്ട് തന്നെ ആ കൃഷി ഒരിക്കലും കൃത്യമായിട്ട് ലാഭം നടത്താൻ പറ്റില്ല. 10-12 വർഷമായിട്ട് പലരും സംസാരിച്ച് നോക്കിയെങ്കിലും നടന്നിട്ടില്ല. കാരണം പഞ്ചായത്തിന് നമ്മളെക്കാൾക്കുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ ഉള്ളത് ബാറിൻ്റെ മുതലാളിയോടല്ലേ. സ്വാഭാവികമായിട്ടും അവരൊരിക്കലും ആ കനാൽ ക്ലീൻ ചെയ്തേ പറ്റൂ. ആ കനാൽ വേസ്റ്റ് എല്ലാം നിങ്ങൾ ഇട്ടുകൊണ്ട് ആ കനാലിങ്ങനെ അടഞ്ഞു പോയിരിക്കുകയാണ്, അവിടെ വെള്ളം പോകുന്നില്ല, ഇവിടെ കൃഷി നടക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം അവതരിപ്പിച്ചാൽ ഒരിക്കലും അവർ ശ്രദ്ധിക്കില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരിക്കലും അതിനൊക്കെ പോകാം. നമ്മളായിട്ട് സ്വന്തമായിട്ട് കുറച്ച് എക്സ്പെൻസ് മുടക്കി ചിലവ് ചെയ്ത് കുറേ വെള്ളം പോകാനുള്ള സംവിധാനം ഉണ്ടാക്കിയതല്ലാതെ അവിടെ വേറൊരു സംവിധാനവും സഹകരണവും ഈ പഞ്ചായത്തിന് നിന്ന് കിട്ടിയിട്ടില്ല. അതൊക്കെയാണ് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നം. അപ്പോൾ ഒരു ഗ്രാമപഞ്ചായത്ത് ജനഹൃദയങ്ങളിലെത്തുന്നത് സാധാരണ ജനങ്ങൾക്കടക്കം ഗുണകരമാവുന്ന നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടാണ്. നമ്മുടെ ആമ്പല്ലൂർ ഗ്രാമപഞ്ചായത്തിനും അങ്ങനെ ജനഹൃദയങ്ങളിൽ 1-ാം സ്ഥാനത്ത് എത്താൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മളോട് ഈ പഞ്ചായത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവച്ചത് രാഷ്ട്രീയ നിരീക്ഷകനും സാമ്പത്തിക വിദഗ്ധനുമായ ശ്രീ മജു കെ ഇസ്മായിൽ സാറാണ്. സാർ, നന്ദി.